ഒരു മനുഷ്യന് മരിക്കുന്നതിന്റെ 40 ദിവസമുണ്ടല്ലോ. ഒരു മനുഷ്യന് മരിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് 3 മലക്കുകൾ അവന്റെ അടുത്ത് വരികയാണ്. പാമ്പിളയിൽ ഒരുമിച്ച് കൂടിയവരെ, മരിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് 3 മലക്കുകൾ നിന്റെ സവിധത്തോട്ട് കടന്നു വരികയാണ്. ആരൊക്കെയാണ് ആ മലക്കുകൾ എന്നറിയോ? ഒന്ന് നിനക്ക് ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഒന്ന് വായു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഒന്ന് കുടിവെള്ളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഈ 3 മലക്കുകൾ കടന്നു വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, മോനെ, നിനക്കിനി പാമ്പിളയിൽ കഴിക്കാനുള്ള ഭക്ഷണം 40 ദിവസം മാത്രമാ. പാമ്പിളയിൽ നിനക്കിനി കുടിക്കാനുള്ള പാനീയമുണ്ടല്ലോ, ഇന്നു മുതൽ നിനക്ക് 40 ദിവസം മാത്രമാ. ആ 3ാമത്തെ മലക്ക് നിന്നോട് പറയുകയാണ്, അല്ലാഹുവേ, ചൂട് നിനക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോടാ. എസിയുടെയും ഫാനിന്റെയും കൂളറിന്റെയും താഴ്വരയിൽ കിടന്നുറങ്ങുന്നവരെ, ഇനി നിനക്ക് ഈ വീടിന്റെ അകത്തളത്ത് താമസിക്കാനുള്ള അനുവാദമുണ്ടല്ലോ, കേവലം 40 ദിവസമാണ്. അന്ന് മുതൽ ഈ 3 മലക്കുകളുമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പാമ്പിളയിൽ ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹുവിന്റെ മഹാനുഭാവന്റെ ചാരത്ത് എഴുന്നുകൊണ്ട് വിജ്ഞാനം കേൾക്കുന്നവരെ, ആ 3 മലക്കുകളും നിന്റെ പേര് വിളിക്കുന്നില്ല. ആ 3 മലക്കുകളും നിന്റെ പേര് വിളിക്കുന്നില്ല. മറിച്ച് ആ 3 മലക്കുകളും അന്നു മുതൽ നിന്നെ വിളിക്കുന്നത് മയ്യിത്തേ, ഓ മയ്യിത്തേ. മരിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് ഈ 3 മലക്കുകൾ വന്ന് വിളിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയാൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ നല്ല രസത്തോടു കൂടെ ജീവിക്കുന്നുണ്ട്, ഞാനിവിടെ വയല് പറയുന്നുണ്ട്. എത്രയാളുടെ പിന്നാമ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരെ ഈ മയ്യിത്തേ 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 എന്ന് 3 മലക്കുകൾ വിളിക്കുന്നവരുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മരണത്തിന്റെ 1ാമത്തെ ഭീകരത. 2ാമത്തെ ഭീകരത, ഒരു മനുഷ്യന് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു കൂട്ടം മലക്കുകൾ വന്ന് മരിക്കാൻ പോകുന്ന മനുഷ്യനെ കെട്ടിയിടുകയാണ്. മരിക്കാൻ പോകുന്ന മനുഷ്യനെ ഒരു കൂട്ടം മലക്കുകൾ വന്ന് കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്തിനാണ് അവരെ കെട്ടിയിടുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ മഹാന്മാർ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, മരിക്കുന്ന ദിവസം ഒരു മനുഷ്യനിക്ക് 2 കാര്യമുണ്ടാവും. 2 കാര്യം. ഒന്ന്, അവന്റെ മുഖത്ത് വല്ലാത്ത സൗന്ദര്യം വർദ്ധിക്കും. നാളെ പോയി നിന്റെ വീടിന്റെ നിലക്കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോ, അല്ലാഹു, ഞാൻ എന്തോ ഒരു ഗ്ലാമറാ എന്നിങ്ങനെ നോക്കുമ്പോ നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നിന്റെ കാര്യം എന്നൊക്കെ കണക്കായി. 2ാമതായി, മരിക്കാൻ പോകുന്ന മനുഷ്യൻ അന്നത്തെ ദിവസം ഫുള്ള് മൂഡ് ഓഫ് ആയി. ഫുള്ള് മൂഡ് ഓഫ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആ മലക്കുകൾ കെട്ടിയിടലോടുകൂടെ അവൻ കുഴിഞ്ഞു വീഴുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയാണ്, ഉളുഹിയ്യത്ത് തറുക്കുന്ന പോത്തിനെ പോലെ ഒരു കൂട്ടം മലക്കുകൾ വന്ന് നിന്നെ കെട്ടിയിടുകയാണ്. കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയാസകലം ഇങ്ങനെ ഓടും. മലക്കുകളെ കാണുമ്പോ ഓടും, ഭ്രാന്ത് പിടിച്ചവരെ പോലെ നട്ടോട്ടം ഓടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാവാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകരുതലോടുകൂടെ മലക്കുകൾ വന്ന് മരിക്കാൻ പോകുന്ന മനുഷ്യൻ ഇങ്ങനെ കെട്ടിയിടുകയാണ്. 3ാമത്തെ മരണത്തിന്റെ ഭീകരത എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധ മഹാന്മാർ പറയുകയാണ്, നീ ഇന്നേവരെ കണ്ണുകൊണ്ട് കാണാത്ത, കേവലം കേട്ടിട്ടുള്ള, മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാണ്. അല്ലാഹു നല്ല നിലക്ക് ദർശിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്റായീലിനെ നമ്മൾ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, കേവലം വാതിൽ മാത്രം കേട്ട അസ്റായീൽ അസ്റായീൽ അസ്റായീൽ. അസ്റായീലിനെ കാണുന്നത് മരിക്കുന്ന നേരത്താണ്. ആ കാണുന്ന നേരത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹതാപത്തിന്റെ നോട്ടം. വല്ലാത്തവര് നോട്ടമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇനി ഒന്നുമില്ലല്ലോ അല്ലാ, എല്ലാം തീർന്നു പോയല്ലോ അല്ലാ എന്നവര് സഹതാപത്തിന്റെ നോട്ടം നോക്കുമ്പോഴല്ലാ, അസ്റായീലിനെ കാണുമ്പോ പെട്ടെന്നായി നിനക്ക് ഓർമ്മ വരുന്നത് നിന്റെ റബ്ബിനെയാണ്, നിന്റെ അല്ലാഹുവിനെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ മഹാന്മാരുടെ ചാരത്ത് ഉദ്ഘാടന പ്രഭാഷണത്തിൽ പ്രിയപ്പെട്ട ബഷീർ
യമാനി ഉസ്താദ് പറഞ്ഞുവല്ലോ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ, പടച്ചവനെ സ്നേഹിച്ചോ. അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു സെക്കൻഡിന്റെ ജീവിതം പോലും നിന്റെ മക്കൾ നിന്നുണ്ടാവാൻ പാടില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ നിന്റെ റബ്ബിനോട്, കാരുണ്യവാനായ കരുണക്കടലായ റബ്ബിനോട് നിനക്ക് സ്നേഹം വരുന്നത് എപ്പോഴാണെന്നറിയോ? അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് എപ്പോഴാണെന്നറിയോ? എനിക്കല്ല വേണ്ട, എനിക്ക് ഖുർആന് വേണ്ട, എനിക്ക് പള്ളി വേണ്ട, എനിക്ക് ഇബാദത്ത് വേണ്ട, എന്റെ സമ്പത്ത് എനിക്ക് മതി, എന്റെ ഭാര്യ മക്കൾ എനിക്ക് മതി, ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ മറന്ന്, പള്ളിയെ മറന്ന്, ഖുർആനെ മറന്ന്, ഇബാദത്ത് മറന്നുകൊണ്ട് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുത്ത് പടച്ചവനെ മറന്നു പോയ മോനെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന് പറയുകയാണ്, നിന്റെ റബ്ബിന്റെ ഓർമ്മ നിനക്ക് വരികയാണ്, നിന്റെ പടച്ചവന്റെ ഓർമ്മ നിനക്ക് വരികയാ. ആ സമയത്ത് അള്ളാഹുവിനോട് നിലവിളിച്ചുകൊണ്ട് പറയാട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ കരീബ്, പടച്ചവനെ വേണ്ടുവോളം നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അല്ലാ. പടച്ചവനെ നിന്റെ അസ്റായിൽ ഇങ്ങനെ ഈ രൂപത്തിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലാ. ഇത്രയും പെട്ടെന്ന് അസ്റായിൽ എന്റെ ബാമ്പിളിലുള്ള വീട്ടിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചില്ല അല്ലാ. പടച്ചവനെ ഞാൻ 60 വർഷം ജീവിച്ചു പോയല്ല അല്ലാ, 40 വർഷം ഞാൻ ജീവിച്ചു പോയല്ല അല്ലാ. 40 വർഷം വേണ്ട, 40 മാസം വേണ്ട അല്ലാ, 40 ആഴ്ചകൾ വേണ്ട റബ്ബേ, 40 ദിനം വേണ്ട, 40 സെക്കൻഡ് പോലും വേണ്ട. ഒരു കണ്ണടച്ച് ചെമ്പ് തുറക്കുന്ന സമയം എനിക്ക് നീ അനുവദിച്ചു തരുവോ അല്ലാ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യന് മരിക്കുന്ന നേരത്തുണ്ടല്ലോ, അവന്റെ ഭൗതിക ലോകത്തുണ്ടാക്കിയ കോടിക്കണക്കായ സമ്പത്തുകൾ അവന്റെ മുന്നാമ്പുറത്ത് കൊണ്ടുവരികയാണ്. അവന്റെ കൺമുമ്പിൽ അല്ലാഹു കാണിച്ചു തരികയാണ്, ഇതാ നീ പാമ്പിളയിൽ ഉണ്ടാക്കിയ നിന്റെ തോട്ടങ്ങൾ ഇതാ, ഫ്ലാറ്റുകൾ ഇതാ, ബിസിനസ്സുകൾ ഇതാ, ആധിക്യങ്ങൾ ഇതാ, സമ്പത്തിതാ എന്ന് പറഞ്ഞുകൊണ്ട് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകൾ ആ പ്രിയപ്പെട്ട മരിക്കാൻ പോകുന്ന മനുഷ്യന് കാണിച്ചു കൊടുക്കുമ്പോഴല്ലാ, അള്ളാഹുവിനോട് നീ ആദ്യമായി പറയുന്നത്, പടച്ചവൻ എനിക്ക് ഒന്നും വേണ്ട, ഒരു ആഫിയത്തും വേണ്ട, ഒരു ആരോഗ്യവും വേണ്ട, പഴയകാല ജീവിതത്തിലേക്ക് തളർന്നു കിടന്ന് മരിക്കാൻ പോകുന്ന എനിക്കൊരു സെക്കൻഡ് നീ പിന്തിച്ചു തന്നാലുണ്ടല്ലോ റബ്ബേ, ഈ പൈസ മുഴുവനും നിനക്കാണ് അല്ലാ, ഈ പൈസ മുഴുവനും നിനക്കാണ് അല്ലാ.